അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട പ്രഗത്ഭമതികളായ ധാരാളം ഇസ്ലാമിക പണ്ഡിതന്മാരിൽ വളരെ വ്യത്യസ്തനായ ഒരു പണ്ഡിത പ്രതിഭയായിരുന്നു നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ. അദ്ദേഹത്തിൻ്റെ പേര് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖന്നൂജി എന്നാണ്. അദ്ദേഹം ഇന്നത്തെ നമ്മുടെ ഉത്തർപ്രദേശിലെ ഖന്നൂജ് എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം യഥാർത്ഥത്തിൽ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ നാടായ ബറേലിയിലാണ്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാട്ടിലേക്ക് ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വരികയാണ് ചെയ്യുന്നത്. ഈ ഖന്നൂജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് അത്തറിൻ്റെ ഒരു തലസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമാണ്. ഇന്നും ഇന്ത്യയിൽ വളരെ ഓർഗാനിക്കായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അത്തർ നിർമ്മാണത്തിനേറെ പ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു നാടാണ് ഖന്നൂജ്. അതാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖ് ഹസൻ ഖാൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സയ്യിദ് കുടുംബത്തിലാണ് ജനിക്കുന്നത്. ബുഹാരി സയ്യിദുമാരുടെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവ് ഹൈദരാബാദ് സ്റ്റേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹനും അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് ഒരു ഷിയഈ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഷിയഈ വിശ്വാസമനുസരിച്ചുകൊണ്ട് ആചാരങ്ങൾ ശീലിച്ചു വന്ന ഒരു പാരമ്പര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഔലാദ് ഹസൻ, അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഡൽഹിയിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പിന്തുടർച്ചക്കാരായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന സയ്യിദ് അഹമ്മദ് ഷഹീദിൻ്റെയും അതേപോലെ തന്നെ ഷാ മുഹമ്മദ് ഇസ്മായിലിൻ്റെയും ഒക്കെ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാവുകയും ഷിയഈ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പതാകവാഹകനായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഔലാദ് ഹസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് സിദ്ദീഖ് ഹസൻ ഖാൻ ജനിച്ച് ഏകദേശം ഒരു 5-6 വർഷമാകുമ്പോഴേക്കും മരണപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാരും അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനുമൊക്കെയാണ്. സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിൻ്റെ നാടായ ഖന്നൂജിലും തുടർന്ന് പിന്നെ ഫറൂഖാബാദ് അതേപോലെ തന്നെ കാൺപൂരിലുമൊക്കെയാണ് പ്രാഥമികമായ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നത്. തുടർന്ന് അദ്ദേഹം എത്തുന്നത് ഡൽഹിയിലേക്കാണ്. അന്ന് ഇന്ത്യയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാണ് ഇന്ത്യ. നമ്മുടെ തലക്കെട്ട് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു സ്വഭാവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാണ്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഉദ്യോഗ പദവികളിൽ മതപണ്ഡിതന്മാർക്ക് പ്രത്യേകമായ ചില പദവികളൊക്കെ ഉണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായ ബ്രിട്ടീഷ് ബ്യൂറോക്രസിയിൽ പണ്ഡിതന്മാരെ അവർ മുഫ്തിമാരായിട്ടും ഖാദിമാരായിട്ടും മറ്റു ഉദ്യോഗസ്ഥന്മാരായിട്ടും മുൻഷിമാരുമൊക്കെ നിയമിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ സിദ്ദീഖ് ഹസൻ ഖാൻ എത്തുന്ന സമയത്ത് അവിടെ കൂടുതലായ ആളുകൾ, പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർ, അവരുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബ്രിട്ടീഷ് ബ്യൂറോക്രസിയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നേടുക എന്നുള്ളതായിരുന്നു.
അത് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ആരംഭിച്ച നാൾ മുതൽ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് മുഗൾ ഭരണത്തിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള പദവികൾ ആളുകൾ നിയമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു ശമ്പളം പ്രതീക്ഷിച്ചുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ ഇങ്ങനെ പ്രത്യേകമായ വിദ്യാഭ്യാസം നേടുന്ന കാളിമാരാകുന്നതിന് വേണ്ടി, മുൻഷിമാരാകുന്നതിന് വേണ്ടിയൊക്കെയുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് പ്രത്യേകമായ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിദ്ദീഖ് ഹസൻ ഖാനും ഇങ്ങനെയുള്ളൊരു വഴിയിലാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിൽ അദ്ദേഹം വിവിധ പ്രമുഖരായ വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠനം നടത്തുന്നുണ്ട്. അതിൽ ഏറെ പ്രസിദ്ധനായിരിക്കുന്ന പണ്ഡിതൻ എന്ന് പറയുന്നത് അന്ന് ഡൽഹിയിലെ മുഫ്തിയും കാളിയുമൊക്കെയായി അറിയപ്പെട്ട വ്യത്യസ്തങ്ങളായ ഇസ്ലാമിക വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന മുഫ്തി അസൂർദയുടെ അടുക്കലേക്കാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഷാ വലിയുല്ലാഹി ദഹ്ലവി സ്ഥാപിച്ച മദ്രസ റഹീമിയയുടെ ഒരു സന്താനമാണ്. അതേപോലെ തന്നെ ഷാ വലിയുല്ലാഹിയുടെ മകനായിരുന്ന ഷാ അബ്ദുൽ അസീസിൻ്റെ കീഴിൽ പഠനം നടത്തിയ ആളാണ്. അതേ പ്രകാരം തന്നെ ഹൈറാബാദ് മദ്രസ എന്ന് വിളിക്കപ്പെടുന്ന ഫളിലെ ഇമാം ഹൈറാബാദിയുടെ, അതേപോലെ തന്നെ ഫളിലേക്ക് ഹൈറാബാദി, അദ്ദേഹത്തിൻ്റെ പുത്രനായ ഫളിലേക്ക് ഹൈറാബാദിയും ഒക്കെ നേതൃത്വം നൽകുന്ന ഹൈറാബാദ് മദ്രസയുടെയും ഒരു പ്രോഡക്റ്റ് കൂടിയായിരുന്നു അസൂറാബ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പഠന കാലയളവിൽ ഡൽഹിയിലെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയമായ വിഷയങ്ങളിലും മതപരമായ വിഷയങ്ങളിലുമൊക്കെയുള്ള ചർച്ചകൾ സാഗൂതം ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ഈ പഠനകാലം വേദിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം സർക്കിളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, അതല്ലെങ്കിൽ ഒരു സംവാദം എന്ന് പറയുന്നത് ഷാ ഇസ്മായിൽ, ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പുത്രൻ്റെ പുത്രനായിരുന്ന ഷാ മുഹമ്മദ് ഇസ്മായിൽ ഷഹീദ്, അദ്ദേഹത്തിൻ്റെ തഖ്വിയത്തുൽ ഈമാൻ അന്ന് ഡൽഹിയിൽ വളരെ വലിയ ചർച്ചയായ ഒരു ഗ്രന്ഥമാണ്. ഇസ്ലാമിലെ തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ട് ഡൽഹിയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രചരിക്കപ്പെട്ടിരുന്ന വ്യത്യസ്തങ്ങളായ അബദ്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് സയ്യിദ് ഇസ്മായിൽ ഷഹീദ് എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തഖ്വിയത്തുൽ ഈമാൻ. ആ തഖ്വിയത്തുൽ ഈമാൻ ചുവട് പിടിച്ചുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അന്ന് സയ്യിദ് ഇസ്മായിൽ ഷഹീദിനെതിരെ രംഗത്ത് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഫളിലേക്ക് ഹൈറാബാദി. 887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തൊക്കെ നേതൃനിരയിലുണ്ടായിരുന്ന പ്രമുഖനായ പണ്ഡിതനാണ്. ഇവർ തമ്മിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കഴിവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു അഖീദ സംബന്ധമായ ഒരു ചർച്ചയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി സയ്യിദ് ഇസ്മായിൽ ഷഹീദ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ കഴിവിനെ അദ്ദേഹം അവതരിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് എന്ന് പറയുന്നത് അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം എന്തിനും കഴിയുന്ന ഒന്നായി ആ തരത്തിലുള്ളൊരു അഖീദയാണ് യഥാർത്ഥത്തിൽ സയ്യിദ് ഇസ്മായിൽ ഷഹീദ് അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർ പുലർത്തിപ്പോകുന്ന ചില വീക്ഷണഗതികളോട് സയ്യിദ് ഇസ്മായിൽ ഷഹീദിന് സ്വാഭാവികമായും വിയോജിപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു അഖീദയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അന്ന് ഡൽഹിയിൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന് പ്രവാചകനെ പോലെ മറ്റൊരു പ്രവാചകനെ നിയമിക്കാൻ കഴിയുമോ, അതല്ലെങ്കിൽ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് തുടങ്ങിയ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ ഡൽഹിയിലെത്തുന്ന സമയത്ത് ഈ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന ഒരു ഘട്ടം കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അഥവാ മുഫ്തി അസൂറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഹൈറാബാദികൾ അഥവാ ഫളിലെ ഇമാം ഹൈറാബാദിയും ഫളിലേക്ക് ഹൈറാബാദിയും ഒക്കെ അടങ്ങുന്ന
ആളുകളുടെ പക്ഷത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചർച്ചയിൽ അതല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിൻ്റെ ഏകദേശം കേന്ദ്രത്തിലേക്ക് തന്നെ എടുത്തറിയപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പക്ഷത്തെ ന്യായീകരിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ സിദ്ദിഖ് ഹസൻ ഖാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഗുരുനാഥനിൽ നിന്ന് മാറി ചിന്തിക്കുകയും സയ്യിദ് ഇസ്മായിൽ ഷഹീദ് അവതരിപ്പിച്ച തൗഹീദിനെ അദ്ദേഹം മുറുകെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുനാഥനിൽ നിന്ന് സിദ്ദിഖ് ഹസൻ ഖാനെ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനാ പാടവമാണ്. അന്നത്തെ ഉത്തരേന്ത്യയിലെ പ്രഗത്ഭരായ കവികളായിരുന്ന ഖാലിബും അതേപോലെ തന്നെ മുഹ്മിൻ തുടങ്ങിയ വളരെ പ്രസിദ്ധരായ ഉറുദു ഗസൽ കവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറ്റ സുഹൃത്ത് കൂടിയായിരുന്നു സിദ്ദിഖ് ഹസൻ ഖാൻ്റെ ഈ ഗുരുനാഥൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേർഷ്യൻ ഭാഷയിലും ഉറുദു ഭാഷയിലുമുള്ള പ്രാവീണ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറബി ഭാഷയിലുള്ള പ്രാവീണ്യത്തോടൊപ്പം തന്നെ മികച്ചു നിൽക്കുന്ന ഒന്നായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ സിദ്ദിഖ് ഹസൻ ഖാൻ്റെ പിൽക്കാല ജീവിതത്തിൽ വളരെ വലിയ അളവിൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം സിദ്ദിഖ് ഹസൻ ഖാൻ്റെ അറബിയിലും അതേപോലെ തന്നെ ഉറുദു ഭാഷയിലും പേർഷ്യൻ ഭാഷയിലുമുള്ള രചനകളെ പരിശോധനാ വിധേയമാക്കിയ ആളുകളെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലുള്ള ഒരു വേറിട്ട ഒരു സ്റ്റൈൽ അതല്ലെങ്കിൽ ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യുൽപ്പത്തി എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയിലെ പണ്ഡിതന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു എന്നതാണ്. അത്രമാത്രം ഇപ്പോൾ അറബി ഭാഷയിലാണെങ്കിൽ ഒരു നാറ്റീവ് അറബി സ്പീക്കർ അതല്ലെങ്കിൽ നാറ്റീവ് അറബിക് ഓതറുടെ അതേ ഒരു പ്രൊഫിഷ്യൻസി അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ടായിരുന്നു. ഇനി പേർഷ്യൻ ഭാഷയിലും ഉറുദു ഭാഷയിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിലെ സിദ്ദിഖ് ഹസൻ ഖാൻ്റെ ഈ ജീവിതം, ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനികമായ ഒരു മണ്ഡലത്തെ വികസിപ്പിക്കുന്നതിലേക്ക് വളരെ വലിയ അളവിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് 1854 ഭോപ്പാലിലേക്ക് വരികയാണ്. ഭോപ്പാൽ നമുക്കറിയുന്നത് പോലെ ഇന്നത്തെ ഇന്ത്യയിലെ മധ്യപ്രദേശിൻ്റെ ഭാഗമായ ഒരു പട്ടണ നഗരമാണ്. ഭോപ്പാലിലേക്ക് സിദ്ദിഖ് ഹസൻ ഖാൻ വന്നു. അദ്ദേഹം അവിടെ കുറച്ചു കാലം കഴിച്ചുകൂട്ടി. അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അത്തറിൻ്റെ കച്ചവടത്തിൽ അദ്ദേഹം ഭാഗവാക്കാവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹം സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടത്തിൽ ഏർപ്പെടുകയും മറുഭാഗത്ത് അദ്ദേഹം ഇസ്ലാമിക പഠന പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അതേ വർഷം തന്നെ അന്നത്തെ ഭോപ്പാലിലെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിതൻ കൂടിയായിരുന്ന ജമാലുദ്ദീൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് അവിടെ ഉദ്യോഗം നൽകുകയാണ്. അങ്ങനെ ഭോപ്പാൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭരണം നിലനിന്ന ഇന്ത്യയിലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റാണ്. അവിടെ ഏകദേശം 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഒരു മുൻഷിയായി സിദ്ദിഖ് ഹസൻ ഖാൻ മാറുന്നുണ്ട് 1854. പക്ഷേ അവിടെ അദ്ദേഹത്തിന് അധിക കാലം തുടരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട്, അദ്ദേഹത്തിൻ്റെ മതപരമായ ചില വീക്ഷണങ്ങളോട് എതിരഭിപ്രായമുണ്ടായിരുന്ന ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിനെതിരെ രംഗത്തിറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ആ ഉദ്യോഗം, അന്നത്തെ ഭോപ്പാൽ സ്റ്റേറ്റിലെ ഒരു മുൻഷി എന്ന് പറയുന്ന ഒരു പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് പതുക്കെ പുറത്തേക്ക് പോകേണ്ടിയും വന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. പക്ഷേ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഉത്തരേന്ത്യയിലെ പല മുസ്ലിം നാടുകളും ക്രൂരമായ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നരനായാട്ടിന് വിധേയമായി. പല ആളുകൾക്കും നാട് വിട്ടു പോകേണ്ടി വന്നു. മുസ്ലിം പണ്ഡിതന്മാരെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയും തൂക്കിലേറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു അവസരത്തിൽ സിദ്ദിഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബിൽഗ്രാമിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം 1859 വീണ്ടും അദ്ദേഹം ഭോപ്പാലിലേക്ക് വരികയാണ്. ഈ സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹത്തെ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വീണ്ടും ഉദ്യോഗം നൽകുകയാണ്. ആ നേരത്തെ അദ്ദേഹം ഭോപ്പാലിൽ ഈ മുൻഷി ഉദ്യോഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ആ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം ഭോപ്പാലിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പ്രധാനമന്ത്രി നേരെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അത് ജമാലുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ, വിധവയായ മകളെ സിദ്ദീഖ് ഹസൻ ഖാന് വിവാഹം ചെയ്തു കൊടുക്കുകയും അതുവഴി അദ്ദേഹത്തിന് ആ ഭോപ്പാൽ സ്റ്റേറ്റിൽ കുറച്ചുകൂടി ഒരു സ്ഥിരതയുള്ള, കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള പദവികൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല ഭരണകൂടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കാൻ കൂടി ഈ ഒരു പ്രക്രിയ കാരണമാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശമ്പളം വർദ്ധിക്കുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൂടി ഭോപ്പാലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ സിദ്ദീഖ് ഹസൻ ഖാൻ്റെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അദ്ദേഹം നൽകിയ സംഭാവനകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന്, അദ്ദേഹം ഈ ഒരു ഭരണകൂടത്തിൻ്റെ അതല്ലെങ്കിൽ ഈ ഭോപ്പാൽ സ്റ്റേറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി മാറുക വഴി ഒരേ സമയം അദ്ദേഹത്തിന് ഒരു പദവി ലഭിക്കുകയാണ്, ഭരണകൂടത്തിൻ്റെ സഹായം ലഭിക്കുകയാണ്, അദ്ദേഹത്തിന് പിന്നെ ശമ്പളം വർദ്ധിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഇൻകം വർദ്ധിക്കുകയാണ്. തുടർന്ന് 1871 അദ്ദേഹം ആ ഭോപ്പാൽ സ്റ്റേറ്റിലെ ഭരണാധികാരിയായിരിക്കുന്ന ബീഗം ഷാജഹാനെ വിവാഹം ചെയ്യുകയാണ് 1871. ഇങ്ങനെ ആ നാടിൻ്റെ ഭരണാധികാരിയെ വിവാഹം ചെയ്യുക വഴി സിദ്ദീഖ് ഹസൻ ഖാൻ്റെ സ്വാധീനം ആ നാട്ടിൽ വർദ്ധിക്കുകയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിന് പുതിയ ഒരു തുറസ് ലഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സംഭാവനകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഏരിയകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ഇസ്ലാമിക വൈജ്ഞാനിക നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സിദ്ദീഖ് ഹസൻ ഖാൻ നടത്തുന്ന ചില ഇടപെടലുകളാണ്. അപ്പോൾ നമ്മളവിടെ പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയിൽ ഇസ്ലാമികമായ വൈജ്ഞാനികമായ ഒരു പ്രസാരണം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നവോത്ഥാനത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ പണ്ഡിത കുടുംബമാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയിലെ പഠനത്തിന് ശേഷം ഹിജാസിലേക്ക് പോവുകയും അവിടെ നിന്ന് പുതിയ പല വൈജ്ഞാനികമായ തുറസ്സുകളിലേക്കും പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇന്ത്യയിൽ അബ്ദുല്ലഖ് ദഹ്ലവി തുടക്കം കുറിച്ച ഹദീസ് വിജ്ഞാനീയത്തിലുള്ള പുതിയ ഒരു ഉന്മേഷത്തെ മൂലധനമാക്കിക്കൊണ്ട് ഷാ വലിയുല്ലാഹി ദഹ്ലവി ഇന്ത്യയിൽ നേരത്തെ അദ്ദേഹത്തിന് ഹിജാസിൽ നിന്ന് കൈവരിക്കാൻ കഴിഞ്ഞ ഹദീസ് വിജ്ഞാനീയത്തെ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇന്ത്യയിൽ അദ്ദേഹത്തിന് അതിൻ്റെ പഠനത്തെ, അതിൻ്റെ പ്രചാരണത്തെ പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മദ്രസ റഹീമിയയിലൂടെ. തുടർന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പുത്രന്മാരായിരിക്കുന്ന ഷാ അബ്ദുൽ അസീസും ഷാ അബ്ദുൽ ഖാദറും ഷാ അബ്ദുൽ അനിയുമൊക്കെ ഈ ഒരു മാർഗത്തെ, അതല്ലെങ്കിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി തുടക്കം കുറിച്ച ഒരു ഹദീസിനെ മുൻഗണന നൽകുന്ന, ഹദീസ് പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, അതേപോലെ തന്നെ അതുവരെ ഇന്ത്യയിൽ വളരെ പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ടിരുന്ന മഅഖൂലാത്തായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഫിലോസഫിയും ലോജിക്കും അടക്കമുള്ള വിഷയങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകാതെ ഹദീസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പ്രവണത ഷാ വലിയുല്ലാഹി ദഹ്ലവിയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ ശിഷ്യന്മാരുമൊക്കെ ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു വഴിയിലേക്കാണ് യഥാർത്ഥത്തിൽ നവാബ് സിദ്ദീഖ് ഹസൻ ഖാന് ഒരു എക്സ്പോഷർ ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് സയ്യിദ് അഹമ്മദും അതേപോലെ തന്നെ ഷാ ഇസ്മായിലും ഒക്കെ ഡൽഹിയിൽ പുതിയ ഒരു ഇസ്ലാമിക നവോത്ഥാനത്തിന് തിരികൊളുത്തുന്നത്. പ്രത്യേകിച്ച് തൗഹീദുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്ത്യയിൽ ഏറെ പ്രചാരം ലഭിച്ചിരുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട്, ജാറങ്ങളെയും അതേപോലെ തന്നെ പുണ്യപുരുഷന്മാരെ പൂജിക്കുന്ന പ്രവണതകളെയും ചോദ്യം ചെയ്തുകൊണ്ട്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ രംഗത്ത് വന്നതാണ് യഥാർത്ഥത്തിൽ സയ്യിദ് അഹമ്മദ് ഷഹീദിൻ്റെയും ഷാ ഇസ്മായിൽ ഷഹീദിൻ്റെയും ഒക്കെ തരീഖ മുഹമ്മദിയ എന്ന് വിളിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ മുവഹിദൂൻ പ്രസ്ഥാനം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ ഒരു മുന്നേറ്റം. സിദ്ദീഖ് ഹസൻ ഖാൻ
ഈ ഒരു സരണിയെ ഒരേ സമയം അദ്ദേഹം മനസ്സിലാക്കുകയും അതിൽ ആകൃഷ്ടനാവുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായി അദ്ദേഹം ആകൃഷ്ടനാകുന്ന ഒരു സരണി അതല്ലെങ്കിൽ ഒരു ലീനിയേജ് എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ, അഥവാ 18-ാം നൂറ്റാണ്ടിൽ യമനിൽ ശക്തമായി അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ നവോത്ഥാനം, പ്രത്യേകിച്ച് അല്ലാമ ഷൗക്കാനിയുടെ നേതൃത്വത്തിൽ യമനിൽ രൂപം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസ് വിജ്ഞാനീയത്തിലുള്ള പുതിയ ഒരു ഉണർവ്, അതിനെയും യഥാർത്ഥത്തിൽ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ ഇന്ത്യയിലേക്ക് ചേർത്ത് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ പഠന കാലയളവിൽ തന്നെ അല്ലാമ ഷൗക്കാനിയുടെ രചനകളെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും നവാബ് സിദ്ദീഖ് ഹസൻ ഖാന് വിവരം ലഭിക്കുന്നുണ്ട്. കാരണം അല്ലാമ ഷൗക്കാനിയുടെ നേർശിഷ്യനായിരുന്ന അബ്ദുല്ലക്ക് ബനാറസി എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, ഇന്ത്യയിലെ അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന് അടിത്തറ കിട്ടിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അബ്ദുല്ലക്ക് ബനാറസിയുടെ കീഴിൽ പഠിക്കാനും നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാമ ഷൗക്കാനിയുടെ വീക്ഷണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ തന്നെ അറിവ് അതല്ലെങ്കിൽ വിവരം ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ഭോപ്പാലിൽ അദ്ദേഹം എത്തിയ സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭോപ്പാലിലെ പ്രധാനമന്ത്രിയായിരുന്ന ജമാലുദ്ദീൻ, അദ്ദേഹം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ 1868 അദ്ദേഹം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അന്ന് ഹിജാസിൽ വെച്ച്, മക്കയിൽ വെച്ച് ഷൗക്കാനിയുടെ പുത്രന്മാരുടെ ശിഷ്യന്മാരായ രണ്ട് സഹോദരന്മാർ, അവർ രണ്ടുപേരെയും, സൈനുൽ ആബിദീനും അതേപോലെ തന്നെ മുഹമ്മദ് മുഹ്സിൻ എന്ന് പറയുന്ന 2 സഹോദരന്മാർ, അദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഭോപ്പാൽ സ്റ്റേറ്റിൽ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കുകയും ചെയ്യുന്നു. അവർ കാളിമാരായിട്ടും അധ്യാപകരായിട്ടൊക്കെ ഈ ഭോപ്പാൽ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുവഴി യമനിൽ അല്ലാമ ഷൗക്കാനി തുടക്കം കുറിച്ച പുതിയ ഒരു ഉണർവിനെ ഭോപ്പാലിലും കൊണ്ടുവരുവാനും അതുവഴി പുതിയ ഒരു തുറസ് സൃഷ്ടിക്കുവാനും യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സിദ്ദീഖ് ഹസൻ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനത്തിന് വളരെ വലിയ കരുത്ത് നൽകിയ സംഭവങ്ങളാണ്. അതുവഴി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഹദീസ് പഠനത്തിന് പുതിയ പല വിധാനങ്ങളും ഉണ്ടാവുകയാണ്. നേരത്തെ ഷാ വലിയുല്ലാഹി ദഹ്ലവിയിലൂടെ ഹദീസ് വിജ്ഞാനീയം പുതിയ പല ഉണർവിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. പല ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ വളരെ ആലിയായ ഏറ്റവും ഉന്നതമായ സനദുകൾ ഷാ വലിയുല്ലാഹി ദഹ്ലവിയിലൂടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാമ ഷൗക്കാനിയിലൂടെ കടന്നു വന്ന ഹദീസുകളുടെ സനദും ഇതോടുകൂടി ഭോപ്പാലിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ 2 ധാരയിലൂടെ ഭോപ്പാൽ സ്റ്റേറ്റ് ഹദീസ് വിജ്ഞാനീയത്തിന്, ഹദീസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നവാബ് സിദ്ദീഖ് ഹസൻ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ അദ്ദേഹം മുൻഷിയായിരുന്നു, തുടർന്ന് അദ്ദേഹം ആ നാട്ടിലെ ഭരണാധികാരിയുടെ ഭർത്താവായി, അത് നവാബ് എന്ന് പറയുന്ന ഒരു പദവിയിലിരിക്കുകയാണ്. അതുവഴി അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ നാട്ടിൽ ഒരുപാട് മദ്രസകൾ സ്ഥാപിക്കുകയാണ്, ഒരുപാട് മർക്കസുകൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ 71ഓളം മദ്രസകൾ അന്ന് ഭോപ്പാലിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മദ്രസ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മദ്രസ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു മദ്രസ അദ്ദേഹത്തിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ മദ്രസകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഹദീസ് പഠനത്തിന് കൂടുതലായി പ്രാമുഖ്യം നൽകുന്ന, മഅഖൂലാത്തിന് പകരം മൻഖൂലാത്തിനെ അഥവാ ലോജിക്കും ഫിലോസഫിയും ഒക്കെ മാറ്റി നിർത്തി കൂടുതലായി ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരു ശീലം ഭോപ്പാലിൽ അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ചരിത്രകാരന്മാരെല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ നിയമിക്കുകയാണ്. ഒരേ സമയം ഈ മദ്രസകളിൽ അധ്യാപകരായി, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ പരിഭാഷകൾക്ക്, അവയുടെ ഷറഹുകൾ എഴുതുന്നതിന് വേണ്ടി, പേർഷ്യൻ ഭാഷയിലേക്കും ഉറുദു ഭാഷയിലേക്കും വിവർത്തനം നടത്തുന്നതിന് വേണ്ടിയൊക്കെ പല പണ്ഡിതന്മാരെയും അദ്ദേഹം നിയമിക്കുന്നുണ്ട്. അവരിൽ വളരെ പ്രസിദ്ധനാണ് ഇന്ത്യയിലെ അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന അലമ ബഷീർ സഹ്സവാനി.
സിയാനത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ രചയിതാവായി ലോകം മുഴുവൻ വിസ്തൃതനായ ഒരു പണ്ഡിതനാണ് ഷഹ്സവാനി. അദ്ദേഹം അന്ന് സിദ്ദീഖ് ഹസൻ ഖാൻ നിയമിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായിരുന്നു. അതേപോലെ തന്നെ മറ്റു 2 പണ്ഡിതന്മാരായിരുന്നു അല്ലാമ ബദിയുസ്സമാനും അല്ലാമ വഹീദുസ്സമാനും. ഇവർ 2 പേരെയും സിദ്ദീഖ് ഹസൻ ഖാൻ സിഹാഹു സിത്തയുടെ പരിഭാഷ എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ച 2 പണ്ഡിതന്മാരായിരുന്നു, സഹോദരങ്ങളായ 2 പണ്ഡിതന്മാർ. ഇവർ ഹിജാസിൽ താമസിച്ചിരുന്ന സമയത്ത് മാസശമ്പളം നിശ്ചയിച്ചുകൊണ്ട്, അന്ന് ഏകദേശം ഒരു പ്രതിമാസം 50 രൂപ അന്നത്തെ വളരെ വലിയ ഒരു ശമ്പളമാണ്, ആ ശമ്പളം നിശ്ചയിച്ചുകൊണ്ട് അവരെ സിഹാഹു സിത്തയുടെ പരിഭാഷയ്ക്ക് വേണ്ടി അന്ന് സിദ്ദീഖ് ഹസൻ ഖാൻ നിയമിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രോജക്റ്റ് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി മുസ്ലിമിൻ്റെയും ബുഹാരിയുടെയും ഒക്കെ വിവർത്തനങ്ങൾ അന്ന് ആ സമയത്ത് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റ് പുസ്തകങ്ങളും മറ്റു പല ഗ്രന്ഥങ്ങളും ഇവരുടേതായി ആ ഒരു കാലഘട്ടത്തിൽ പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിദ്ദീഖ് ഹസൻ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെയും ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ധാരാളക്കണക്കിന് എന്ന് പറഞ്ഞാൽ 100-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം തന്നെ രചിച്ചിട്ടുണ്ട്. അത് പരിഭാഷകളായിട്ടും അതേപോലെ തന്നെ വ്യാഖ്യാനങ്ങളായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലേറ്റവും പ്രസിദ്ധമാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതുന്നുണ്ട്, തഫ്സീർ എഴുതുന്നുണ്ട്. സ്വഹീൽ ബുഖാരിക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതുന്നുണ്ട്. ആ വ്യാഖ്യാനങ്ങളെന്നൊക്കെ പറയുന്നത് പിന്നെ വളരെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളായി ഇന്നും ലോകത്ത് പല യൂണിവേഴ്സിറ്റികളും അവലംബിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഒരേ സമയം അറബി ഭാഷയിലും ഉറുദുവിലും പേർഷ്യനിലും ഒക്കെ എഴുതുകയാണ്. അപ്പോൾ അതുവഴി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു റീഡേഴ്സ് എന്ന് പറയുന്നത് അത് കേവലം ഈ ഒരു ഭോപ്പാലിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലോ പരിമിതമല്ല, മറിച്ച് ലോകം മുഴുവൻ വിശാലമായ ഒരു റീഡിംഗ് സർക്കിൾ ഇതുവഴി സിദ്ദീഖ് ഹസൻ ഖാന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാവന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന്, ലോകത്ത് ആദ്യമായി സ്വഹീൽ ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷറഹായി പൊതുവെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഫതുഹുൽ ബാരി, ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ഫതുഹുൽ ബാരി ആദ്യമായി പ്രിൻ്റ് ചെയ്യുന്നത് സിദ്ദീഖ് ഹസൻ ഖാനാണ്. അദ്ദേഹത്തിന് മുമ്പ് അങ്ങനെ ഒരു ഫതുഹുൽ ബാരിക്ക് ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഇല്ല. അപ്പോൾ നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ലിത്തോഗ്രഫിക് പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ലോകത്ത് വ്യാപകമാകുന്നത്. അപ്പോൾ ലിത്തോഗ്രഫിക് പ്രിൻറ്റിങ് വ്യാപകമായ ഉടനെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിനെ വ്യാപകമായി അവലംബിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പ്രിൻ്റ് ചെയ്യുന്നതിനും ഹദീസ് ഗ്രന്ഥങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നതിനുമൊക്കെ. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ ഒരു പക്ഷേ ലിത്തോഗ്രഫിക് പ്രിൻറ്റിങ്ങിനെ അതല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയെ തന്നെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച പണ്ഡിതൻ അതല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സിദ്ദീഖ് ഹസൻ ഖാൻ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പികളടക്കം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിൽ അദ്ദേഹം പ്രിൻ്റ് ചെയ്ത് ലോകത്തുടനീളം പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഫതുഹുൽ ബാരിക്ക് പുറമെ അല്ലാമ ഷൗക്കാനിയുടെ നൈലുൽ ഔത്താർ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. ഈ നൈലുൽ ഔത്താറിന് പ്രിൻ്റ് ചെയ്തുകൊണ്ട് സിദ്ദീഖ് ഹസൻ ഖാൻ വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ തന്നെ അൽ ബിദായ വന്നിഹായ, ഈ ഗ്രന്ഥങ്ങളൊക്കെ പ്രിൻ്റഡ് ഫോർമാറ്റിൽ ലോകത്ത് അവൈലബിൾ ആക്കിയ തുടക്കക്കാരൻ എന്ന് പറയുന്നത് സിദ്ദീഖ് ഹസൻ ഖാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രിൻറ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭോപ്പാലിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള പോലെ തന്നെ ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നത് ഇസ്തംബൂളിലും കൈറോയിലുമൊക്കെയാണ്. ഈ നാടുകളിലൊക്കെ അദ്ദേഹത്തിന് ഏജൻറ്റുമാരുണ്ടായിരുന്നു. ഒരേ സമയം ഈ ഏജൻറ്റുമാർ അവിടെ ഈ നാടുകളിൽ വരുന്ന മാനുസ്ക്രിപ്റ്റുകൾ, ഇപ്പോൾ പല പൗരാണിക രചനകളും കയ്യെഴുത്ത് രൂപത്തിലായിരുന്നു സംരക്ഷിച്ചു പോകുന്നത്. ഈ കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാവുന്ന മുറക്ക് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാർ അവിടെ നിന്ന് വളരെ വലിയ പണം കൊടുത്തുകൊണ്ട് വാങ്ങുകയും അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെയുള്ള കെയ്റോയിലെയും ഇസ്തംബൂളിലെയും ഒക്കെ പ്രസിദ്ധീകരണ ശാലകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ ബൂലാക്ക് പ്രസിദ്ധമാണ് കെയ്റോയിലുള്ള, ഇവിടങ്ങളിലൊക്കെ സിദ്ദീഖ് ഹസൻ ഖാൻ്റെ പുസ്തകങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു കാലയളവിൽ അച്ചടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുവഴി അദ്ദേഹം സൃഷ്ടിച്ച ഒരു റീഡിംഗ് സർക്കിൾ എന്ന് പറയുന്നത് വളരെ വിശാലമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. കാരണം പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്
വ്യാപകമായി ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു ഘട്ടമായിരുന്നു ഇത്. നേരത്തെ നമുക്കറിയാം, ഒരു ഉസ്താദിന് കീഴിൽ പഠിക്കുക എന്ന് പറയുന്നതാണ് വ്യാപകമായി അനുവർത്തിച്ച് പോകുന്ന രീതി. അതായിരുന്നു പ്രായോഗികവും. അതേപോലെ തന്നെ വിവരവിനിമയത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ മാനുസ്ക്രിപ്റ്റുകളായിരുന്നു, കയ്യെഴുത്തിലൂടെ പകർത്തി എഴുതുന്ന കോപ്പികളായിരുന്നു ഈ പൗരാണിക ഗ്രന്ഥങ്ങൾക്കൊക്കെ വ്യാപകമായി അന്ന് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രിൻറ്റിംഗ് ടെക്നോളജി വന്നതോടുകൂടി ഇതിന് വ്യാപകമായ അർത്ഥത്തിൽ വിശാലമായ ലോകത്തേക്ക് പ്രസരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതുവഴി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് തിട്ടപ്പെടുത്താൻ കഴിയാത്തവണ്ണം വിശാലമാവുകയാണ് ചെയ്തത്. മാത്രമല്ല, സിദ്ദീഖ് ഹസൻ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരേ സമയം അദ്ദേഹത്തിൻ്റെ പദവിയും സ്വാധീനവും അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനമൊക്കെ ഇവിടെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ അതിനെല്ലാം പുറമെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറബി ഭാഷയിലുള്ള ഈ ഒരു പ്രാഗൽഭ്യത്തെ, അന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് അറബി ഭാഷ ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്, പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ തുടക്കകാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ സിദ്ദീഖ് ഹസൻ ഖാൻ്റെ എഴുത്തുകളെ വിലയിരുത്തിയ പലരും രേഖപ്പെടുത്തുന്നത്, ഇപ്പോൾ നെഹ്ദ എന്നൊക്കെ പറയുന്ന അറബി ഭാഷയുടെ ഒരു പുതിയ ഒരു ഉണർച്ചയുടെ സമയത്ത് സിദ്ദീഖ് ഹസൻ ഖാൻ്റെ രചനകൾ പോലും ഈ അറബി ഭാഷയുടെ ഈ ഒരു പുതിയ ഉണർവിനെ സ്വാധീനിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. കാരണം യൂറോപ്യൻ ഭാഷകളുമായി, അതല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ സ്വാധീനം അറബി ഭാഷയിൽ പല പുതിയ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ്റെ രചനകൾ കൂടി ഇവിടെ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചതായി പലരും അറബി ഭാഷാ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കൊളോണിയൽ ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൽ സിദ്ദീഖ് ഹസൻ ഖാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രതിഭ നിർവഹിച്ച ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യത്തെ വിശാലമായ അർത്ഥത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ അന്ന് ലഭ്യമായ ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യയെ അദ്ദേഹം സമർത്ഥമായി ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ പദവികൾ, അദ്ദേഹത്തിൻ്റെ സ്വാധീനമെല്ലാം അതിനുവേണ്ടി അദ്ദേഹം വിനിമയം ചെയ്യുകയും അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുക വഴി യഥാർത്ഥത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇസ്ലാമികമായ വൈജ്ഞാനിക പാരമ്പര്യത്തിനുമൊക്കെ അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 1885 കൂടി അദ്ദേഹത്തിനെതിരെ ധാരാളക്കണക്കിന് കുപ്രചരണങ്ങൾ ഈ ഭോപ്പാൽ സ്റ്റേറ്റിൻ്റെ അകത്ത് നിന്ന് തന്നെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളോട്, പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ത്യയിൽ ശക്തമായി സംസാരിച്ചത് തഖ്ലീദിനെതിരെയാണ്. അന്ധമായി പണ്ഡിതന്മാരെ, അതല്ലെങ്കിൽ ഏതെങ്കിലും മദ്ഹബുകളെ പിന്തുടരുന്നതിന് പകരം വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുക എന്ന ഒരു നിലപാട് ഇന്ത്യയിൽ ഉറക്കെ പറഞ്ഞവരിൽ പ്രധാനിയായിരുന്നു സിദ്ദീഖ് ഹസൻ ഖാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരായി നമ്മൾ എണ്ണുന്നവരിൽ ഒരാളാണ് സിദ്ദീഖ് ഹസൻ ഖാൻ റഹ്മത്തുള്ളാ. അതുകൊണ്ട് തന്നെ 1880 കൂടി തന്നെ അദ്ദേഹത്തിനെതിരെ ധാരാളക്കണക്കിന് പ്രചാരണങ്ങൾ 1880 കൂടി അദ്ദേഹത്തിനെതിരെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് എതിര് നിൽക്കുന്ന പണ്ഡിതന്മാർ രംഗത്ത് വന്നു. അതേപോലെ തന്നെ ഈ ഭോപ്പാൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട, കുടുംബവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതും അദ്ദേഹത്തിനെതിരെ തിരിയാൻ ആളുകളെ പ്രേരിപ്പിച്ചു. കൂടാതെ ഈ ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, ചില ആളുകളുടെ പേരുകളൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ അദ്ദേഹത്തിനെതിരെ ചില ഗൂഢപദ്ധതികൾ മെനയുകയാണ് ചെയ്യുന്നത്. അതുവഴി അദ്ദേഹം വിചാരണ നേരിടുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ജിഹാദിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സായുധമായി പോരാടണം എന്ന നിലയിലുള്ള നിലപാടുകാരനാണ് അദ്ദേഹം, അതല്ലെങ്കിൽ അദ്ദേഹം ഒരു വഹാബിയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഈ സമയത്ത് അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. ഒടുവിൽ 1885 അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന്
ബ്രിട്ടീഷ് ഭരണകൂടം ഇടപെട്ടുകൊണ്ട് സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തെ ഹൗസ് അറസ്റ്റ് ചെയ്യുകയാണ്. 1890 അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാജഹാൻ ബീഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി നിരന്തരം ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഷാജഹാൻ ബീഗത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മതപരമായ അറിവ് അതിനെ ഏറെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്റ്റേറ്റിൽ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ലണ്ടനിലെ ആദ്യത്തെ പള്ളി, മസ്ജിദ് എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണം യഥാർത്ഥത്തിൽ നടത്തി കൊടുക്കുന്നത് ഈ ഷാജഹാൻ ബീഗമാണ്. ഇങ്ങനെ സിദ്ദീഖ് ഹസൻ ഖാൻ്റെ പ്രേരണയിലും അല്ലാതെയും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച ആൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഷാജഹാൻ ബീഗം എന്ന് പറയുന്ന സിദ്ദീഖ് ഹസൻ ഖാൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി എണ്ണേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് സിദ്ദീഖ് ഹസൻ ഖാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പ്രിൻറ്റിംഗ് ടെക്നോളജി അതല്ലെങ്കിൽ ദേശാന്തരീയമായ ബന്ധങ്ങളെ എങ്ങനെ ഇസ്ലാമികമായ നവജാഗരണത്തിന്, ഇസ്ലാമിക വൈജ്ഞാനിക പ്രസരണത്തിന് ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഒരു മാതൃക സൃഷ്ടിച്ച ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ഇന്ത്യയിൽ ഇസ്ലാമികമായ റിഫോം എന്ന് നമ്മൾ വിളിക്കുന്ന വിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്ന വളരെ വലിയൊരു ഉത്തരവാദിത്വം നിർവഹിച്ച, പ്രത്യേകിച്ച് തഖ്ലീദിനെതിരെ നിലപാടെടുത്ത, തൗഹീദിന് വേണ്ടി ശബ്ദിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് എണ്ണാൻ കഴിയുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു സിദ്ദീഖ് ഹസൻ ഖാൻ. മാത്രമല്ല, ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വൈജ്ഞാനികമായി മതപരമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടനകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന് അടിത്തറ കിട്ടിയ പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. 1890-ലാണ് മരണപ്പെടുന്നത്. അഹ്ലെ ഹദീസ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് 1906-ലാണ്. ഒരു സംഘടന എന്ന അർത്ഥത്തിൽ രൂപം കൊള്ളാനുള്ള ഒരു അവധി മാത്രമേ ഉള്ളൂ. പക്ഷേ അതേസമയം തന്നെ ഒരുപാട് മദ്രസകളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ അഹ്ലെ ഹദീസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആ ഒരു സമയത്ത് തന്നെ ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ഒരു പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ, ഒരു പരിഷ്കർത്താവ് എന്ന അർത്ഥത്തിൽ, ഒരു പ്രതിഭ എന്ന അർത്ഥത്തിൽ എന്തുകൊണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട, ഊർജം ഉൾക്കൊള്ളേണ്ട, മാതൃക കാണേണ്ട ഒരു പണ്ഡിതനായിരുന്നു സിദ്ദീഖ് ഹസൻ ഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഇസ്ലാമികമായ വൈജ്ഞാനിക പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാനും ഇസ്ലാമിക പ്രബോധന രംഗത്ത് ധാരാളമായി ഇടപെടുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.